ഇനി കരയണ്ട, സന്തോഷമായിട്ട് പോവും. കുഴിമതിക്കാട് കഴിഞ്ഞ് മുന്നോട്ട് നേരെ വന്നാൽ മതി. അവിടുന്ന് അത് കണ്ട ആ മുക്ക് കഴിഞ്ഞ് അങ്ങോട്ട് കുറെ മുന്നോട്ട് വന്നു. വലത്തോട്ടായിരുന്നു. വണ്ടി കൊണ്ടുവന്ന് അവിടെ കയറി തരാൻ നിൽക്കരുത്. അവിടെ വിടവില്ല. പിള്ളേർ വരുമ്പോൾ ഞങ്ങളെ വിളിക്കും. പിള്ളേർക്ക് അവിടെ തടി കൊടുക്കും. അവിടുന്ന് വിളിച്ചോണ്ട് വന്നതാ. അപ്പോൾ ഈ മനുഷ്യനെ ഞാൻ നമ്മുടെ ഗാന്ധി ഭവൻ്റെ സെക്രട്ടറിയുടെ വൈസ് ചെയർമാൻ്റെ നിർദ്ദേശാനുസരണമാണ് ആ മനുഷ്യനെ ഞാൻ കാണാൻ വരുന്നത്. നമുക്ക് വലിയ കുടുംബത്തിലാണ് സങ്കടപ്പെടണ്ട കേട്ടോ. ഇവരെല്ലാം നല്ല രീതിയിൽ നോക്കും. ഞങ്ങളെല്ലാരും ഇല്ലയോ, ഇല്ല കേട്ടോ. സന്തോഷമായിട്ടിരിക്കും. ഭാഗ്യവാനെന്ന് പറ. പെരുമ്പുഴ സെൻറ് ജോൺ ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് ഇടവകയിലെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. ആ ഇടവകയിലെ അംഗമാണ് ബഹുമാനപ്പെട്ട സാവുജാൻ. അപ്രകാരമാണ് ഈ ഒരു മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുവാനായിട്ട് ഇടയായത്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ സംഘടനയിലെ എല്ലാ ഭാരവാഹികളോടുള്ള സ്നേഹം അറിയിക്കുന്നതിനോടൊപ്പം പ്രത്യേകിച്ച് ഗാന്ധിഭവൻ അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നു. മനുഷ്യരുടെ മുമ്പാകെ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം ദൈവികമാണെന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടാണ് നമുക്ക് പ്രത്യേകമായിട്ടുള്ളത്. അപ്രകാരം അവിടെ പോയിട്ട് സൗകര്യമായിട്ട് സുഖമായിട്ട് കഴിയാം കേട്ടോ. അപ്പോൾ പോയാലോ. അച്ഛൻ്റെ നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അയലത്താറാണ് എനിക്ക്. പക്ഷേ ഈ അവസ്ഥയിൽ കിടക്കേണ്ട സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. ഈ വ്യക്തി എൻ്റെ വീട്ടിന് മുമ്പിൽ വരികയും ഞാൻ പല പ്രാവശ്യം മറ്റെടുത്തോ ഭിക്ഷക്കാരാണെന്ന് കരുതി ഞാൻ പലരും വിളിച്ചിട്ട് അയ്യോ ആഹാരം കൊടുക്കുക എന്ന് പറയുകയും ഞാൻ സാറിന് എൻ്റെ വീട്ടിൽ മുന്നിൽ വരുന്നവർ അങ്ങനെ വ്യക്തികൾ ചെയ്യാറുണ്ട്. അങ്ങനൊരു വ്യക്തിയാണെന്ന് കരുതി ഞാനത് അറിയാതെ ഞാൻ പറഞ്ഞുപോയി. പിന്നീടാണ് ഞാൻ അന്വേഷണം അറിയുന്നത് ഇന്ന ആളാണെന്ന്. ഈ സംഭവം ഞാൻ ഈ സംഘടനയുടെ ചുമതല എടുത്തതിന് ശേഷമാണ് ഇവിടുത്തെ നാട്ടുകാരിൽ പലരും ഇതിൻ്റെ ആയിട്ട് എന്നോട് സംസാരിക്കുകയും ഈ വ്യക്തിയുടെ പരാതി ഈ നാട്ടുകാരും എല്ലാം കൂടെ കൂടി എനിക്ക് സംഘടനയ്ക്ക് മുമ്പിൽ, നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയ്ക്ക് മുമ്പിൽ മാഡത്തിൻ്റെ അഡ്രസ്സിൽ അത് പോസ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് ഞാൻ അത് വന്ന് സന്ദർശിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് അത് ഗാന്ധി ഭവൻ്റെ വൈസ് ചെയർമാൻ നമ്മുടെ ഷാഹിദ കമാൽ മാഡം ഓരോ നിമന ഗാന്ധി ഭവൻ പ്രസന്ന മാഡത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നത്. കാരണം എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ഇത് പറഞ്ഞാൽ അത് ഉടനെ റിയാക്ഷൻ ചെയ്യുകയും നമ്മൾ അതുപോലെ ആ സംഘടനയായിട്ട് ഗാന്ധി ഭവനായിട്ട് വളരെ അടുത്ത് സഹകരിക്കുകയും ചെയ്തതാണ്. ഇത്രയും അച്ഛനെ ഒന്ന് റെഡി ആയിക്കും. ഇവിടേക്ക് എത്താൻ സാഹചര്യം ഒരുക്കിയ ശ്രീ സാബു താഴാമ്പണയിൽ അവറുകൾ അടക്കം എല്ലാവർക്കും നമസ്കാരം. ഗാന്ധി ഭവൻ്റെ നെടുമ്പന സ്നേഹാലയത്തിൻ്റെ ഡയറക്ടർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രസന്ന രാമേന്ദ്രൻ അവറുകളുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുണ്ടറ വലിയ പള്ളിയിൽ നിന്നും അവിടെ വികാരിയായിട്ടുള്ള ഫാദർ പി തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ പള്ളിയിലെ പ്രിയപ്പെട്ടവരെല്ലാം ഗാന്ധിഭവൻ സന്ദർശിക്കാൻ, വനിതാ വിഭാഗത്തിലുള്ളവരെല്ലാം ഗാന്ധിഭവൻ സന്ദർശിക്കാനെത്തി. അന്ന് ശ്രീ സാബു ചേട്ടനും ഒപ്പമുണ്ടായിരുന്നു. ഒരു ദയനീയമായ ചിത്രം ഞങ്ങൾക്ക് അയച്ചു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരുമ്പോൾ അച്ഛൻ്റെ ഒരു ജീവിതകഥ വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. ആയ കാലത്ത് നന്നായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കി അച്ഛനൊരു ശരീരം തളർന്ന ഒരവസ്ഥ വന്നപ്പോൾ വീട്ടുകാരെല്ലാം അച്ഛനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. 1 വർഷക്കാലമായിട്ട് ഇവിടെ ഒരു റബ്ബറും തോട്ടത്തിൽ ഒരു ഷെഡ്, ഒരു തകര ഷെഡിനുള്ളിൽ വളരെ പ്രയാസപ്പെട്ട വലിയ കുടുംബത്തിലാണ് സങ്കടപ്പെടേണ്ട.
മോഹനൻ എന്ന അച്ഛനെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ചർച്ചിലെ അച്ഛനുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പറുണ്ട്, ഇവിടുത്തെ നാട്ടുകാർ, അയൽവാസികൾ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഗാന്ധി ഭവനിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. മോഹൻ എന്ന അച്ഛനെ നമ്മൾ ഗാന്ധി ഭവനിലേക്ക് യാത്ര അയക്കുകയാണ്. ഞങ്ങളായ അച്ഛനെ സുഖമില്ലാത്തപ്പോൾ ഒരു കൊട്ടിൽ കെട്ടി മക്കൾ ഉപേക്ഷിച്ചാണ്. അതുപോലെ സഹോദരങ്ങളും. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സാബു താഴമണ്ണ സംഘടന അറിയിപ്പിക്കുകയും പുള്ളി ഇവിടെ ഒരു 1.5 വർഷത്തോളമായി ഈ ഷെഡ് ഒരു 8 സെൻറ്റ് വസ്തുവിനോളം ഒന്ന് വളഞ്ഞ് അതിനകത്ത് നല്ലൊരു ഷെഡ് അടിച്ച് നിങ്ങൾ കുടുംബം മൊത്തം ഇവിടെ കിടക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ സുപ്രഭാതത്തിൽ നമ്മൾ പോലീസിനെ വിളിച്ച്, കുണ്ട്ര പോലീസിനെ വിളിച്ച്, കൊല്ലം 101 വിളിച്ച്, അവിടുന്ന് പോലീസ് ഇവിടെ വന്ന് പുള്ളിക്കാരനെ കണ്ട് അങ്ങനെ ഇവരെ സ്റ്റേഷന് മക്കളുമാരെ 2 പെമ്മക്കളെയും മകനെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് അവർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുതി വെച്ച് സ്റ്റേഷനിൽ നിന്ന് വന്നാണ് പുള്ളി ഇവിടെ കഴിഞ്ഞുകൂടി പോകുന്നത്. ഈ അച്ഛൻ വരാറുണ്ട്, എന്നെ എവിടെയെങ്കിലും ആക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പല ഗാന്ധി ഭവനും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ുള്ള 1 വർഷത്തോളമായി ഈ മോഹൻ എന്ന് പറയുന്ന അണ്ണനെ ഇവിടെ കൊണ്ടുവന്ന് ആ പുള്ളിക്കാരൻ്റെ ഭാര്യയും മക്കളും കൂടെ ഒരു ഷെഡ് പോലെ ആക്കി അതിനകത്താക്കിയിട്ട് പൂത്തുലഞ്ഞു കായ്ച്ചൊരു കാലമെൻ ഓർമ്മയിലിന്നും തെളിഞ്ഞു നിൽപ്പൂ. മഴുകൊണ്ടു വെട്ടി പിളർന്നൊരൻ ചില്ലകൾ ചിലതൊക്കെ മണ്ണിൽ തളിർത്തു നിൽപ്പൂ. മഴുകൊണ്ടു വെട്ടി പിളർന്നോ. അറിയാലോ, ഗാന്ധി ഭവൻ പത്തനാപുരം. അച്ഛനെ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ എടുത്ത് ഇപ്പോൾ സുന്ദരനായി. ഇനി ചികിത്സയൊക്കെ തുടങ്ങി അല്ലേ? ഇപ്പം എന്ത് തോന്നുച്ചാ? സന്തോഷം. സന്തോഷം. ഈ ഒരു അവസ്ഥയിലാകാനുള്ള ഒരു കാര്യം എന്താ? സംഭവം സാമ്പത്തിക പ്രശ്നമോ? വീട്ടിലെ എത്ര കൊടുത്താലും മുഴുക്കത്തില്ല. സംഭവം അത്രയേ ഉള്ളൂ. അധിക ചിലവായിരുന്നു. ഭാര്യ അധിക ചിലവ്. ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 1300 രൂപയും ഫുൾ ചിലവുക ശമ്പളം. പിന്നെ ഒരു 3 മണിയാകുമ്പം വിളിക്കും, 2500 രൂപ വേണം. എവിടുന്ന് കൊടുക്കാനേ? ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം ശമ്പളം വേണം അവർക്ക്. അവസാനം ഒരിക്കൽ പിണങ്ങി ഞാനങ്ങനെ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി, അയത്തിൽ. ഞാൻ അവിടെ തുടങ്ങിയ പിണക്കോ. അവൾ പറയുന്നത് മക്കൾ കേൾക്കത്തുള്ളൂ. മക്കൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. എന്തായാലും ജീവിതം ഇവിടെ എത്തിച്ചു.